തൃശ്ശൂരിലെ തെക്കേ ഗോപുര നടയിൽ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തവണയും ഭീമൻ പൂക്കളം ഒരുങ്ങുകയാണ്. 17 കൊല്ലമായി ഒരുക്കുന്നതാണ് ഈ പൂക്കളം. പൂക്കളത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്കാദ്യം ഒന്ന് കാണാം. കാണുമല്ലോ, മൈതാനത്ത് സ്ഥിരമായി എത്തുന്നവരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ഈ പൂക്കളം ഒരുക്കുന്നത്. സൂര്യസജി തൃശ്ശൂരിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് സൂര്യസജി, പറയും. തൃശ്ശൂരിലും അങ്ങനെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അത്തനാളിൽ തെക്കേ ഗോപുര നടയിൽ, വടക്കേനാഥന്റെ പ്രിയപ്പെട്ട തെക്കേ ഗോപുര നടയിൽ വലിയ കൂറ്റൻ പൂക്കളമാണ്. അതായത് 60 അടി വലിപ്പത്തിലുള്ള വലിയ കൂറ്റൻ പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് തൃശ്ശൂരുകാർ അക്ഷരാർത്ഥത്തിൽ ഓണത്തെ വരവേൽക്കുന്നത്. ഇത് 1500 കിലോ പൂക്കൾ കൊണ്ടാണ് ഈ വലിയ ഒരു ഭീമൻ പൂക്കളം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിരവധി പേരുടെ അധ്വാനമുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരമൊക്കെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ്. അതാണ് ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇതൊക്കെ കാണാൻ വേണ്ടി, അതായത് ഈ അത്തനാളിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളെല്ലാം തന്നെ ഇതൊക്കെ കണ്ട്, അതായത് ഇവിടെ വന്ന് ഈ വലിയ ഭീമൻ പൂക്കളം കണ്ടതിന് ശേഷം മാത്രം പോകുന്നതാണ് തൃശ്ശൂരുകാരുടെ ഒരു പതിവ് രീതി. നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ശോഭിച്ചേട്ടനാണ്. ഇവരാണ് ഇതിന്റെ ഒരു സംഘാടകർ. അതായത് സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ്. ശോഭിച്ചേട്ടാ, ഇക്കുറിയും പതിവ് തെറ്റിയില്ല? ഒരു പതിവും തെറ്റിയിട്ടില്ല. വളരെ സന്തോഷമാവുകയാണ് ഉണ്ടായത്. കാരണം നിങ്ങൾക്ക് തന്നെ ദർശിച്ചാൽ അറിയാം, ഈ പൂക്കളം ഇന്നിപ്പോൾ ഞങ്ങളെ ഒരുക്കിയിട്ടുള്ളതിൽ ഏറ്റവും ബൃഹത്തായതും മനോഹരമായ പൂക്കളം എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരു പൂക്കളം ഇതാണ്. ഈ വർഷം ഞങ്ങൾ ഈ പൂക്കളം ഒരുക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ കുറേ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. മെയ് മാസം മുതൽ ആരംഭിച്ച മഴയായിരുന്നു ഒരു കാരണം. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങളിത് തീർക്കാൻ സാധിച്ചു. ഇന്ന് പോലും കാലാവസ്ഥാ നിരീക്ഷണം മഴയാണ് ഞങ്ങളോട് പറയുന്നത്. എല്ലാം അതിജീവിച്ചുകൊണ്ട്. അത്തനാളിൽ ചെറിയ മഴയുണ്ട്, പക്ഷേ ഇത്തവണ അതുപോലും ഉണ്ടായില്ല. സാധാരണ അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നുള്ളൊരു സന്തോഷം തരാറുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അത്തം കറുത്താൽ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഞങ്ങളുടെ ഒരു ആഘോഷം, തൃശ്ശൂരിന് സ്വന്തമായ ഒരു പൂരമുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായ ഒരു പുലിക്കളിയുണ്ട്. ഇന്നിപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായ ഒരു അത്താഘോഷം ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുമ്മാട്ടികളുമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് ഒരു ഘോഷയാത്ര നടത്തുകയാണ്. അതിനുശേഷം വൈകിട്ട് ചമയം ഉണ്ട്. അതായത് ഈ ദീപച്ചാർത്ത് ഇവിടെ അണിയിച്ചൊരുക്കുകയാണ്. തൃശ്ശൂരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും തൃശ്ശൂരിൻ്റെ മേയറും കൂടിയാണ് അത് നിർവഹിക്കുന്നത്. അതിനുശേഷം മുൻ മേയറുടെ നേതൃത്വത്തിലുള്ള ഒരു തിരുവാതിരക്കളിയും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പുതുമയുണ്ട് ഇക്കുറി പുതുമ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 60 അടി എന്നുള്ള ഒരു അടി കൂടി കൂട്ടി 61 അടിയായി. അതാണ് 60 അടി എന്നുള്ള 61 അടി. പൂ കൂടുകയാണ്. ജനങ്ങൾ കൂടുന്തോറും പൂ കൂടി, വലിപ്പം കൂടി, വട്ടം കൂടി, മൊത്തത്തിൽ എല്ലാവരും ഉഷാറായി. ഒന്ന് ആംബിയർ കൂടി. എന്തായാലും പുലിക്കളിയുടെ കൊടിയേറ്റത്തിന് കൂടി അങ്ങനെ തുടക്കം കുറിക്കുകയാണ്. തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ ഓണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്.